റോയൽ കാർഡ് ഇതിലൊരു പൊയ്യോടെ പോകുന്നത്. ഇതിലൊരു പൊയ്യോടെ. പെരുമ്പാവൂർ നഗരസഭാ കൗൺസിലറും CPM നേതാവുമായ ജോൺ ജേക്കബും ഭാര്യ സിൻസി ജേക്കബും ഉടമകളായി 2004 ഡിസംബർ 23 രജിസ്റ്റർ ചെയ്ത പെരുമ്പാവൂർ ആസ്ഥാനമായ റോയൽ അഗ്രികൾച്ചറൽ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിലാണ് കൊട്ടക്കാമ്പൂരിലെ ഭൂമി തട്ടിപ്പ്. ആദിവാസികളും കർഷകരുമായ 15 പേർ ഒരേ സമയം റോയൽ കമ്പനി ആരംഭിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജോൺ ജേക്കബിന്റെ ബിനാമികൾക്ക് ഭൂമിയുടെ മുക്തിയാർ എഴുതി നൽകി. കമ്പനി ആരംഭിച്ച ഉടൻ ബിനാമികൾ ദേവികുളം സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് മുഴുവൻ ഭൂമിയും കമ്പനിയുടെ പേർക്ക് എഴുതി നൽകി. ഭൂമിയുള്ള 15 പേരും ഒരേ ദിവസം ഒരേ സമയം ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് പെരുമ്പാവൂർ കുറുപ്പംപടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് മുക്തിയാർ എഴുതി നൽകിയതിലും അസ്വാഭാവികതയുണ്ട്. 1964 കേരള ഭൂപതിവ് നിയമത്തിലോ കൃഷിവകുപ്പ് അംഗീകരിച്ച കൃഷി എന്ന നിർവചനത്തിലോ തോട്ടവിള കൃഷി എന്ന നിർവചനത്തിലോ ഉൾപ്പെടാത്ത ഗ്രാൻഡീസ് കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. കൊട്ടക്കാമ്പൂരിൽ ജോയിസ് ജോർജ് എംപിക്ക് ലഭിച്ചതിന് സമാനമായ രീതിയിലാണ് CPM നേതാവ് ജോൺ ജേക്കബിന്റെ കമ്പനിക്കും ഭൂമി ലഭിച്ചത്. ലാൻഡ് അസൈൻമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡോക്ടർ D സജിത് ബാബുവിന്റെയും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നിവേദിത P ഹരന്റെയും റിപ്പോർട്ടുകളിൽ കയ്യേറ്റം പരാമർശിക്കപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. എനിക്ക് പിന്നിൽ കാണുന്ന കൊട്ടക്കാമ്പൂരിലെ 100 കണക്കിന് ഏക്കർ ഭൂമി ഈ ഭൂമി കയ്യേറ്റമാണെന്ന് പലപ്പോഴായി പല ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. എന്നിട്ടും യാതൊരു നടപടിയുമില്ല. കയ്യേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കാത്ത സർക്കാർ ആ പഴയ റിപ്പോർട്ടുകളെങ്കിലും ഒന്നെടുത്ത് വായിച്ചു നോക്കണം. കൊട്ടക്കാമ്പൂരിൽ നിന്നും ക്യാമറമാൻ ജോബിൻ തെക്കടിക്കൊപ്പം ജീവ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്.